നമ്മളെ വണ്ടിയിലാണ് ഞാൻ തരും. ഗുഡ് മോർണിംഗ്. ഇപ്പം നമ്മൾ സുന്ദർബാൻ ബോട്ട് സഫാരിക്ക് പോവാട്ടോ. ഇവിടെ ഒക്കെ ജീപ്പ് സഫാരി ഇല്ല കേട്ടോ, ബോട്ട് സഫാരിയാണ്. കണ്ടൽക്കാടായ കാരണം ഇപ്പം നമ്മൾ ഇതിനകത്ത് എല്ലാവരും റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാവരും വെയിറ്റ് ചെയ്ത് നിൽക്കുക. എല്ലാവരും ബോട്ട് കയറാൻ വെയിറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ. അതുകൊണ്ട് എല്ലാവരും വന്നിട്ടുണ്ട്. നമ്മൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് ഡയറക്റ്റ് നമ്മൾ ട്രെയിനിലേക്ക് പോകും കേട്ടോ. ഉച്ചയാകുമ്പോഴേക്ക് ഇത് കഴിയുമെന്ന് തോന്നുന്നു. ബംഗാൾ ടൈഗറിനെ കാണണേ എന്നെല്ലാവരും പ്രാർത്ഥിച്ചോട്ടോ. എങ്കിലേ എനിക്ക് നിങ്ങൾക്ക് വീഡിയോ ഫോട്ടോ കാണിച്ചു തരാൻ പറ്റുള്ളൂ. അപ്പോൾ ബാക്കി വഴിയെ കാണിച്ചല്ല. അങ്ങനെ ഞാൻ ബോട്ടിൽ കയറിയിട്ടുണ്ട് കേട്ടോ. ഈ ഇത് കാണാൻ നല്ല ഭംഗിയല്ലേ, സൺറൈസ് ഒക്കെ അടിച്ചിട്ട്. ഇവിടെ ഫോറസ്റ്റ് ഓഫീസാട്ടോ. നമ്മളിവിടെ നിന്ന് പെർമിഷൻ എടുക്കണം. സുന്ദർബാൻ വൈൽഡ് ലൈഫ് സാങ്ച്വറി. സുന്ദർബാൻ അല്ല, വേറെ എന്തോട്ടോ ഇതാണ്. സജ്നെ ഖാലി സുന്ദർബാൻ ടൈഗർ റിസർവ്. Sir, our boat number 41. ചെറിയ ഹാൻഡ് ബാഗ്. സേവ് സുന്ദർബാൻ. നമ്മള് ഫോറസ്റ്റ് ഓഫീസിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫോറസ്റ്റ് ഓഫീസിൻ്റെ അവിടെ ഇറങ്ങിയതാ നമ്മുടെ ബോട്ട്. സജ്നെ ഖാലി. ഇതാ അവിടെ ഒരാളിരിക്കണോ. സജ്നെ ഖാലി സുന്ദർബാൻ ടൈഗർ റിസർവ് വൈൽഡ് ലൈഫ് സാങ്ച്വറി. ഇതാണെന്ന് തോന്നുന്നു ഇതിൻ്റെ എൻട്രൻസ് ശരിക്കുള്ള സുന്ദർബാൻ ബോട്ട് സഫാരിയുടെ. Sir, permission मांगना है. ഇത് വേറെ ഓഫീസാണ്. ജലജ് സുന്ദരി. ജലജ് സുന്ദരി. അവിടെ ആമകളെ വളർത്തണ കുളമുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ ആമയൊന്നും കണ്ടില്ല. നമ്മൾ ഇതിൻ്റെ ഉള്ളെന്തോ കാണുന്നത്. എന്ത് സോവനീർ ഷോപ്പാണോ? ഇവിടെ എന്തോ കാണാൻ കയറിയിട്ടുണ്ട്. നീർനായ അങ്ങനെ എന്തോ പറഞ്ഞു. അവിടെയാണ് ആമക്കോളം. അതിൽ ആമയൊന്നും കണ്ടില്ല കേട്ടോ. ഇറങ്ങി കയറുന്നത്. ഇവിടെ ഒരു ടവർ ഉണ്ട് കേട്ടോ. നമ്മൾ അതിലേ കയറാൻ പോണേ. ഇപ്പൊ ടോപ്പിൽ കയറാൻ എത്തി. അതിൻ്റെ ഉള്ളിൽ ആമയുണ്ട്. കടുവയെ കണ്ടോ? കടുവയെ കണ്ടില്ല. അങ്ങനെ നമ്മൾ ടവറിന്റെ മോളിൽ കയറിയിട്ടു. ഇതാ അവിടെ ആമയുണ്ട് കേട്ടോ. അതായത് കുളത്തിൽ അവിടെ ഒറ്റം പൊങ്ങി വന്നുണ്ട്. ആ ഇതേ കണ്ട ആമ. ഇതേ വെള്ളത്തില് ഇതേ രണ്ടെണ്ണം ഉണ്ട് കണ്ട. ഇതേ വെള്ളത്തില് നോക്ക്. ഇതേ കണ്ട. അത് പുറത്തേക്കല്ല, ഇങ്ങനെ പുറങ്ങാണ്.
അപ്പൊ ഇതാണ് ഇവിടെ നിന്നുള്ള ഒരു വ്യൂ അത്യാവശ്യം. അങ്ങനെയുള്ള ബോട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് ഈ കണ്ടൽക്കാട് കണ്ടോ, ഇതിന്റെ അരിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആനിമൽ സ്പോട്ടിംഗ് ഒക്കെ ഉണ്ടാവുമെന്നാണ് അവർ പറഞ്ഞത്. ഇതിനകത്ത് ക്രോക്കഡൈലൊക്കെ ഉണ്ടെന്നാ പറഞ്ഞത് ഒരുപാട്. അത് കാരണം ഇവിടെ ആൾക്കാർ ഒന്നും ഇതിൽ കുളിക്കലൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ അവിടെയൊക്കെയാണ് നമ്മൾ ഏത് കുളക്കടവ് വെള്ളം കണ്ടാലും എല്ലായിടത്തും ആൾക്കാർ കുളിയല്ലേ. ഇവിടെ ഇതിനകത്ത് ആരും കുളിക്കത്തില്ല, ഇതിന്റെ കടവിലൊന്നും ആരും ഇറങ്ങത്തില്ല. ഇതിൽ ക്രോക്കഡൈൽ ഉണ്ടെന്നാ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഭാഗ്യമുണ്ടേ ക്രോക്കഡൈലിനെ കാണാം, ബംഗാൾ ടൈഗറിനെ കാണാം, പിന്നെ എന്തൊക്കെ ആനിമൽസ് ഉണ്ട് അതിനെയും കാണാൻ അറിയില്ല. ബംഗാൾ ടൈഗറിനെ കാണാൻ പറ്റണേന്ന് എല്ലാവരും ഒന്ന് പ്രാർത്ഥിച്ചേക്ക്. പക്ഷെ എനിക്ക് നമ്മളങ്ങനെ പ്രതീക്ഷിക്കാൻ പാടില്ല ശരിക്കും. ഒക്കെ ഒരു ലക്കാണ്. നമ്മൾ ആനിമൽസിനെ കാണാം എന്നുള്ള ഒരു ഇതിൽ നമ്മൾ കാട് കാണാൻ പോകരുതെന്ന് പറയും. പക്ഷെ എന്നാലും ഒരു ആഗ്രഹം അല്ലേ. നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഇന്നലെ രാത്രി നല്ല ഇടിയും മഴയായിരുന്നു. സ്കൈ നോക്കി. മഴ മഴ മഴ. So with you, my duty around 3 hours journey. That's it. So I am requesting of you. I told you little bit briefness, describe Sundarbans, instruction, informations. What is the Sundarban ecosystem, travel system? I told you. In case any doubt, any problem to understand, please do tell me. Otherwise, you have 2 hours more. During the safari, you will enjoy the jungle. In case any queries, you can tell me. I will help you as my level. Thank you, everybody. Life was also very important. Life was. So I am very clear. I mean, have you clear anything or not? Thank you. Please you enjoy yourself. Thank you. Thank you. Ashok Mandal, Ashok. Yes, sir is asking me flood condition. Flood means cyclone flood like that. We are in front of the Bay of Bengal. So we are facing mostly in front of the when flood cyclone come the area of the
7 meters. So by that time, we are mostly damaged, otherwise are full and cycle. After that, we are but that way we are trying to build up that. Now, no, Cheetah is different. Cheetah is not here. Only Royal Bengal Tiger. No. The Royal Bengal Tiger has a sympathy, but അവിടെ ഒരു വാച്ച് ടവർ ഉണ്ടാ പറഞ്ഞു. നമ്മുടെ വാച്ച് ടവറിന്റെ അവിടെ ഇറങ്ങും. നമുക്ക് ആനിമൽ സ്പോട്ടിംഗ് ഒന്നും കിട്ടിയില്ല കേട്ടോ. ക്രോക്കഡൈലൊക്കെ ഒരുപാട് ഉണ്ടെന്നാ പറഞ്ഞതില്. പക്ഷെ നമ്മളടുത്ത കടവില് വന്നു കേട്ടോ. ഇവിടെ എന്തോ കാണാനുണ്ട് പറഞ്ഞ. എടുക്കണോ? സുധന്യ ഖലീബേറ്റ്. ഓ, ഇവിടെ എന്താ അമ്പലം കേട്ടോ. ഇത് നോക്കി, ഇത് പഴയ എന്തോ മുങ്ങി കപ്പലോ അങ്ങനെ എന്താന്ന് തോന്നുന്നു. അവരെടുത്തു വെച്ചാണ് പൊളിഞ്ഞടക്കണേ. മുങ്ങിക്കപ്പലാന്ന് തോന്നുന്നു. മഴ പൊളിഞ്ഞടക്കണ്ട്. ഇത് കണ്ടൽക്കാടിനെ കുറിച്ച് എഴുതിയേക്കുന്ന കേട്ടോ. എന്താ കായിന്റെ ഉള്ളിൽ നിന്നാണ് അതിന്റെ ഇത് വരണത്. കണ്ടൽക്കാട് പലതരം കണ്ടൽ ചെടികളുണ്ട്. അപ്പൊ അതിന്റെ സയന്റിഫിക് നെയിമും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഉള്ളിൽ കണ്ട. പോയ അതേപടി തിരിച്ചൊന്നുമില്ല. ഇവിടെയൊക്കെ ചെടികളുടെ സയന്റിഫിക് നെയിം ഗർജൻ. ഇതൊക്കെ ചതുപ്പാട്ടോ. നമ്മള് കാലി ഔട്ട് ചെയ്ത് കുഴിഞ്ഞാ തോന്നുന്നു. കണ്ട ചതുപ്പാ മൊത്തം. ഇതന്നെ ഉള്ളു ഇവിടെ, വേറൊന്നും കാണാനില്ല. ഇവിടെ ഇത് ഈ കണ്ടൽ, പലതരം കണ്ടൽ സ്പീഷീസ് അതൊക്കെ കാണാനുള്ളൂ. നമ്മൾ കണ്ട് ഇനിയിപ്പോ ഈ കടവിൽ നിന്ന് തിരിച്ച് ബോട്ടിൽ കയറും. മാമൽസ് ഓഫ് സുന്ദർബാൻ, ടൈഗർ. ഈ ആനിമൽസ് ഒക്കെ ഇവിടെ ഉണ്ട്. ജംഗിൾ ക്യാറ്റ്.
ജംഗിൾ ക്യാറ്റ് കൊള്ളാലോ. ഫ്രൂട്ട് ബാറ്റ്, വൈൽഡ് ബോർ, ഫിഷിംഗ് ക്യാറ്റ്. ഇവിടെ ഒരു കടുവച്ചേട്ടനുണ്ട് മുണ്ടൊക്കെ കൊടുത്ത്. നമ്മളാളുടെ കൂടെ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ബോട്ടിലേക്കാ. നമ്മള് കടവിൽ വന്നിട്ടോ. നമ്മള് ബോട്ടിൽ കയറാൻ വെയിറ്റ് ചെയ്യുക. 12 മണി വരെ ഉള്ളെന്നാ പറഞ്ഞ. ഇപ്പൊ 10:30 ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇതുവരെ ആനിമലിനെ സ്പോട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അങ്ങനെ നല്ല മഴയാട്ടോ ഇപ്പൊ. മഴയുള്ള കണ്ടൽക്കാട് കണ്ടോ, മൊത്തം മൂടി കിടക്കും കേട്ടോ. നമ്മുടെ ഒരു ബോട്ട് അവിടെ പോകുന്നുണ്ട്. അവിടെയൊക്കെ കനാലുകളൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഇവരതിൻ്റെ അകത്തേക്കൊന്നും പോവില്ല. കണ്ടൽക്കാടിന്റെ ഉള്ളിൽ കൂടെ പോകുന്ന ഞാൻ വിചാരിച്ചു. പക്ഷെ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇതിപ്പോ നമ്മൾ ഇങ്ങോട്ട് യാത്ര ചെയ്ത് വന്ന പോലെ തന്നെ നമ്മള് സുന്ദർബനിലേക്ക് വരാൻ ബോട്ട് കയറില്ല. അങ്ങനെ വന്ന ഒരു ടൈപ്പ് റൗണ്ടിങ് തന്നെ ഇവര് ചെയ്യണം. இவ்வளவுதான் புலிவாழல் சொல்லிட்டு உள்ள போய் பாக்குறதுக்கு ஒவ்வொரு அம்மா பேசிடுவோம். നമ്മുടെ മറ്റേ ബോട്ട് രാവിലെ മരുന്ന് കഴിക്കാത്ത എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. രാവിലത്തെ മരുന്ന് കഴിക്കാത്ത എല്ലാ ലക്ഷണങ്ങളും ഞാൻ പറഞ്ഞു. രണ്ട് ബോട്ട് അടുത്ത് വന്നിട്ടാ. നാളെ ഇന്ത്യയുടെ ഫ്ലാഗ് അവരുടെ ബോട്ട് പോയിട്ടാ. നമ്മളെ രണ്ട് ബോട്ട് ഒരുമിച്ച് വന്നിരുന്ന. Like a map with no borders, a whisper caught in the wind. I see her boots at the corner cafe with a notebook and a grin. She's chasing skies I've never named while I stay in my lane. But something in the way she moves keeps pulling at my chain. Oh, traveler, you carry the sun in your stride, leaving behind what I hold
I don't ask your name today, I may never get the chance to walk beside your wandering dance. She hums a tune I've never heard in languages I can't speak. She writes down cities on her wrist and dreams she'll never keep. I sip my coffee, miss my cue, still anchored by my fear. But time rolls on like open wounds, and soon she won't be here. Oh, traveler, you carry the sun in your stride, leaving behind what I hold inside. If I don't ask your name today, I may never get the chance to walk beside your wandering dance. Maybe next year in Madrid, or on some quiet mountain ridge, I'll see you turn and I'll be brave. But what if courage comes too late? Oh, traveler, the world is നല്ല സൂപ്പർ മഴയാട്ടോ. സുന്ദർബാനിലെ മഴ എല്ലാരും കണ്ണറിച്ച് കണ്ടോ. നല്ല വൈബാട്ടോ. open gate, and I just stood afraid of fate. If I don't take that step today, she moves like a map with no borders, a whisper caught in the wind. I see her boots at the corner cafe with a notebook and a grin. She's chasing skies I've never named while I stay in my lane. But something in the way she moves keeps pulling at my chain. Oh, traveler, you carry the sun in your stride, leaving behind what I hold. என்ன காமிக்க வந்திருக்கு. நம்மள மாதிரி அவருக்கு இது டிராவல் பண்ண தான் முடியும். എനിക്ക് പൊന്നത്തെ വന്നിരിക്കുന്നു അവിടെ. കർഷകന്റെ വയലൊന്നും മാറ്റാൻ കഴിയാന്ന് പറയുന്നില്ല. അങ്ങനെ ഇപ്പൊ ചങ്ങായിമാരെ നമ്മുടെ സുന്ദർബാൻ ബോട്ട് സഫാരി അവസാനിച്ചു കേട്ടോ. നമ്മൾ ഇവിടെ ഇറങ്ങി ഫുഡ് കഴിച്ചു പോയി. കാരണം നല്ല മഴയായിരുന്നേ, അതുകൊണ്ട് തന്നെ ഇറങ്ങുന്നൊന്നും എടുത്തില്ല. ആ മരത്തിന്റെ കമ്പിന്റെ മുകളിലൊരു കിളി ഇരിപ്പുണ്ട്, എന്തോ അറിയില്ല. നമ്മള് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് ബോട്ടിൽ കയറി ഇരിക്കുവാണ്. ഇനിയിപ്പോൾ നമ്മൾ ഇങ്ങോട്ട് പോകും, ട്രെയിനിലേക്ക്. നല്ല മഴയായിരുന്നേ, ബോട്ടിങ് പകുതി നമ്മുടെ മഴയിലായി. നമ്മൾ ട്രെയിനിലേക്ക് പോവാണ്.
ഇനി നാളെ നമ്മൾ ഒറീസ പോവാട്ടോ, ഭുവനേശ്വർ. ഇപ്പം നമ്മൾ ട്രെയിനിലേക്ക് പോകും, എന്നിട്ട് നാളെ ട്രെയിനിലും ഭുവനേശ്വർ. അപ്പോൾ ഇനിയിപ്പോൾ മഴയൊക്കെ ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ സാധ്യതയില്ല. നമുക്കപ്പോൾ ഭുവനേശ്വറിൽ വെച്ച് കാണാം. ഓക്കെ, ബൈ 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 ബൈ.